സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചു ചേർന്ന നമ്മളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ തച്ചുടയ്ക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവം മുഴങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് SAR നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. പക്ഷെ അതിനെ നമ്മൾ ഒന്നിച്ചു നിന്ന് തുരത്തുമെന്ന ശബ്ദമാണ് കേരളം ഒന്നടങ്കം എടുത്തിരിക്കുന്നത്. SAR-നെതിരെ തുടർ നടപടികൾ തീരുമാനിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ടാണ് ചേരുന്നത്. ഓൺലൈൻ വഴിയായിരിക്കും യോഗം ചേരുക. വൈകിട്ട് 4:30-ക്കാണ് യോഗം ചേരുകയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം യോഗത്തിൽ പങ്കെടുക്കും. SAR-നെതിരെ LDF-ഉം UDF-ഉം യോജിച്ചുള്ള നിയമ രാഷ്ട്രീയ പോരിന് തീരുമാനമെടുക്കുക എന്നത് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷത്തിന്റെ ബ്ലാക്ക് ചെക്ക് നൽകിയെന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. SAR-നെ ഏതൊക്കെ നിലയിൽ എതിർക്കണം എന്ന കാര്യത്തിലടക്കം ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള തിരക്ക് കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പ്രവർത്തനം മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. പേര് ചേർക്കുവാനും സ്ഥാനമാറ്റത്തിനും പേര് ഒഴിവാക്കുന്നതിനും അപേക്ഷ നൽകുന്നവർ ഒരുമിച്ച് ഓൺലൈനിൽ എത്തിയതോടുകൂടിയാണ് വെബ്സൈറ്റിന്റെ പ്രവർത്തനം മന്ദഗതിയിലായത്. ഇതിനൊപ്പം തെരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ഉദ്യോഗസ്ഥരും സൈറ്റ് സന്ദർശിച്ച് ചെയ്തതോടെ കൂടുതൽ പ്രശ്നത്തിലായി. വോട്ട് ചേർക്കാനുള്ള സമയപരിധി നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. വോട്ട് ചേർക്കാനുള്ള സമയം ഇനി നീട്ടില്ല എന്നുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതേസമയം വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുതുക്കൽ, അതായത് SAR, കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ പാർട്ടി ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉറപ്പു നൽകിക്കൊണ്ടാണ് തിരികെ പോയത്. വലിയൊരു വോട്ട് കൊള്ളയാണ് BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തിയത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പോലും ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ വോട്ടുകൊള്ള നടത്തിയിട്ട് കൈ കഴുകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ നിൽക്കുമ്പോൾ അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് കോൺഗ്രസ് ആണ്. ഒന്നും രണ്ടുമല്ല, ഒട്ടനവധി തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി വെളിച്ചത്ത് കൊണ്ടുവന്നത്. കൈയോടെ അതെല്ലാം പിടിച്ചുവെന്നായപ്പോൾ SAR നടത്തി വോട്ട് കൊള്ള അടിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചവരെയും നിർജ്ജീവമായ വോട്ടുകളും ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നവരെ പോലും ഒഴിവാക്കിക്കൊണ്ടാണ് BJP-യുടെ എതിർ പാർട്ടിക്കാർക്ക് വോട്ട് ബാങ്ക് കൂടുതലുള്ള സ്ഥലത്തെ വോട്ടുകൾ കടും വെട്ടിക്കൊണ്ടാണ് SAR നടപ്പിലാക്കുന്നത്. അതിവിടെ നടക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കേരളം ചെക്ക് വെക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനം പുനഃപരിശോധിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നുണ്ട്. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കേരളം തയ്യാറെടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് അപ്രായോഗികമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പകരം 2002 മുതൽ 2004 വരെയുള്ള വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയുള്ള പുനർ അവലോകന പരിപാടി 1950-ലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും 1960-ലെ വോട്ടർ രജിസ്ട്രേഷൻ നിയമങ്ങളുടെ ലംഘനമാണ് എന്നിരിക്കെയുള്ള നടപടിയിൽ കേരളം ഒറ്റക്കെട്ടായി എതിർക്കും.